ധർമ്മം സ്ഥാപിക്കാൻ വന്ന മഹാപ്രവാചകൻ ഈ greatness of purpose, smallness of means and astounding results are the three criteria of human genius. Who could dare to compare any great man in modern history with Muhammad sallallahu alaihi wasallam? ചരിത്രകാരന്മാർ ചോദിക്കുകയാണ്. ലമാർച്ചൈൻ തന്റെ ഹിസ്റ്റോറിയൻ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഡി ലാ ടർക്വേ അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്നു, ഈ ഗ്രേറ്റ്നെസ് ഓഫ് പർപ്പസ്, ഉന്നതമായ ലക്ഷ്യവും സ്മോൾനെസ് ഓഫ് മീൻസ്, വളരെ ലളിതമായ മാർഗവും, ആൻഡ് അസ്റ്റൗണ്ടിങ് റിസൾട്ട്സ്, അത്ഭുതകരമായ ഫലവുമാണ് ഒരു മനുഷ്യന്റെ ഔന്നിത്യത്തിന്റെ അടയാളമെങ്കിൽ are the three criteria of human genius. Who could dare to compare any great man in modern history with Muhammad sallallahu alaihi wasallam? ആധുനിക ചരിത്രത്തിൽ മുഹമ്മദ് നബിയോളം മഹത്വമുള്ള ഈ വിഷയങ്ങൾ കൈവരിച്ച ഒരാൾ ലോകത്ത് മറ്റാരാണ് കടന്നുപോയത് എന്ന് ചരിത്രകാരന്മാർ ചോദിക്കുകയാണ്. ഈ ധർമ്മസ്ഥാപനത്തിന് വന്ന നബി ആരായിരുന്നു? മുഹമ്മദ് മുസ്തഫയല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം. Encyclopedia Britannica നബിയെ കുറിച്ച് എഴുതി വെച്ചു. A mass detail in early sources show that he was an honest and upright man who had gained the respect and loyalty of others who were likewise honest and upright men. സത്യസന്ധരായ ആളുകളിലൂടെ, സത്യസന്ധരായ ഒരു സമൂഹത്തിൽ ലോകത്തിന് സന്മാർഗം കാണിച്ചു കൊടുത്ത ഒരു സത്യസന്ധനായ നായകനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 12ാമത്തെ വോള്യൂം എടുത്തു നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മനസ്സിലാകത്തക്ക വിധത്തിൽ ലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ചൊരു പ്രവാചകനാണെങ്കിൽ നമ്മൾ തമ്മിൽ നഷ്ടപ്പെട്ടു പോയ കണ്ണി ഇവിടെയാണ് വിളക്കി ചേർക്കേണ്ടത്. നമ്മളൊക്കെ തിരിച്ചു പോരുന്നത്, നമുക്കൊരു ഘർ വാപ്പസി ഉണ്ടെങ്കിൽ, തിരിച്ചു പോരാൻ ഒരു വഴിയുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പണിത് വെച്ച വീട്ടിലേക്കല്ലേ നമുക്ക് തിരിച്ചു പോരാനൊക്കൂ? ആ നബിയെ കുറിച്ചല്ലേ വ്യാസമഹർഷി തന്റെ ഭവിഷ്യ പുരാണത്തിൽ രേഖപ്പെടുത്തിയത്? ആ നബിയെ കുറിച്ചല്ലയോ കുന്തബ സൂക്തം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? ആ നബിയെ കുറിച്ചല്ലയോ കൽക്കി അവതാര സങ്കല്പത്തിലെ ഒരുപാട് വരികൾ സൂചിപ്പിക്കുന്നത്? ആ പ്രവാചകന്റെ മഹത്വത്തെ കുറിച്ചല്ലയോ? ഇങ്ങനെ നോക്കിയാൽ മാനവികതയുടെ മനുഷ്യ സമൂഹത്തിന് മുഴുവനും സന്മാർഗ ദർശനം കാണിച്ചു കൊടുക്കാൻ വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവതാരമായി ഗണിക്കപ്പെടുന്ന ആളാണ്, ആചാര്യനുമാണ് വ്യാസ മഹർഷി. അദ്ദേഹത്തിന്റെ ഒരുപാട് പുരാണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഷ്ടാദശ പുരാണങ്ങൾ. വ്യാസന്റെ രചനയാണെന്നാണ് അത് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഈ 18 ഭാവി കാര്യങ്ങളെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ പുരാണമാണ് ഭവിഷ്യൽ പുരാണം. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. എനിക്കറിയില്ല ഇദ്ദേഹം മുസ്ലിമായിരുന്നോ എന്ന്. അബുൽ കലാം ആസാദ് വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ചപ്പോ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ എന്ന് പറയുന്ന ആയത്തിൽ ഏകദൈവ വിശ്വാസികളായ ഹൈന്ദവ പണ്ഡിതന്മാർ, വേദകാലങ്ങളിൽ കഴിഞ്ഞു പോയവർ സത്യവിശ്വാസികളായ മുസ്ലിമുകളായിരിക്കണം. കാരണം അവർ ബിംബത്തെ പൂജിച്ചവരല്ല, അവർ ബിംബങ്ങളോ സ്തൂപങ്ങളോ ഉണ്ടാക്കിയവരല്ല. ഏകം സത്വം ബഹുദാ കൽപ്പയന്തി യോം ദേവനാം നാമധ ഏക ഏവ. ഏകനാണ് ദൈവം, ഏകനാണ് പടച്ചവൻ എന്ന് വിശ്വസിച്ച ഹിന്ദുക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ മുസ്ലിമീങ്ങളായിരിക്കണം എന്ന് അബുൽ കലാം ആസാദ് തന്റെ തർജുമാൻ ഖുർആനിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. വ്യാസ മഹർഷി അങ്ങനെയാണോ എനിക്കറിയില്ല. പരാശ്രയ മഹർഷിയുടെ പുത്രൻ വ്യാസ മഹർഷിയാണ് ഭവിഷ്യൽ പുരാണം രേഖപ്പെടുത്തിയത്. ഏതസ്മിനന്തരേ മ്ലേച്ഛ ആചാരേണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. ഇത് പ്രതിസർഗ പർവം 3-ാം കാണ്ഡം 3-ാം അധ്യായം ശ്ലോകം 5. അപ്പോൾ മഹാമത് എന്ന പേരിൽ വിദേശിയായ ഒരു ആചാര്യൻ തന്റെ അനുചരന്മാരോടുകൂടെ പ്രത്യക്ഷപ്പെടും. ആരാണ് ഈ മഹാമത്? ഭാരത സംസ്കാരത്തിൽ മഹാമത് എന്ന് പറയുന്ന ഒരു ഋഷിയോ ഒരു മുനിയോ ഒരു വേദപണ്ഡിതനോ കഴിഞ്ഞു പോയിട്ടില്ല. മഹാമത് എന്ന വിദേശിയായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരാവണം? ലിംഗച്ഛേദി ശിഖാഹീന ശ്മശ്രുധാരി സദൂഷക ഉച്ചാലബി സർവഭക്ഷി ഭവിഷ്യതി ജനമോം. അദ്ദേഹത്തിന്റെ അനുയായികൾ ചേലാക്രമം ചെയ്യും. നമുക്ക് സുന്നത്ത് കർമ്മം
ലിംഗച്ഛേദി ശിഖാഹീന, അവർ കുടുമ വെക്കുകയില്ല. മുടി കുടുമയാക്കി വെക്കുന്ന ഹൈന്ദവ സംസ്കാരം മുസ്ലിമീങ്ങൾക്കില്ലല്ലോ. അവർ താടി വളർത്തുന്നവരാണ്. അവർ വിപ്ലവകാരികളും ജനങ്ങളോട് അത്യുച്ചത്തിൽ പ്രാർത്ഥിക്കാൻ ഉദ്ഘോഷിക്കുന്നവരുമായിരിക്കും. വാങ്കുവിളിയെ സംബന്ധിച്ചാണ് പറയുന്നത്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആരാധനയ്ക്ക് സമയമായാൽ അവർ ശംഖ് വിളിക്കുകയില്ല, ചെണ്ട കൊട്ടുകയില്ല, അവർ ഉച്ചത്തിൽ വിളിച്ചു പറയും. അങ്ങനെ തനിയായികളാണ് ആ പ്രവാചകന്റെ അനുയായികൾ. വിനകൗശലം ച വശവസ്തോഷാം ഭക്ഷയ മദാമാം മുസലൈനൈവ സംസ്കാര കുശൈരി ഭവിഷ്യതി. അവർ പന്നിയെ ഒഴിച്ച് മറ്റു മിക്ക മൃഗങ്ങളെയും ഭക്ഷിക്കും. അവർ മാംസഭുക്കുകളാണ്, അവരെ മാംസം കഴിക്കുന്നവരാണ്. പക്ഷേ പന്നി മാംസം കഴിക്കുകയില്ല. അവരെ ശുദ്ധി ചെയ്യുവാൻ ദർഭപ്പുല്ല് ഉപയോഗിക്കുന്നതിന് പകരം അവരെ സമരം ചെയ്ത് പരിശുദ്ധരാകും. അവരെ ജിഹാദും ധർമ്മ സമരവും അല്ലാഹു ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയാണ് അവർ ആത്മശുദ്ധി കൈവരിക്കുന്നത്. തസ്മാൻ മുസലവന്തോഹി ജാതയോ ധർമ്മദുഷക ഇതി പൈശാച ധർമ്മശ്ച ഭവിഷ്യതി മയാ കൃത. മതത്തെ മലിനപ്പെടുത്തുന്നവരുമായി യുദ്ധം ചെയ്യുകയാൽ മുസലൈനൈവർ എന്ന പേരിൽ അവർ അറിയപ്പെടും. വരാൻ പോകുന്ന ഇത് വ്യാസമഹർഷി പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഉദ്ദേശം ഇവിടുന്ന് 3500 കൊല്ലങ്ങൾക്ക് മുമ്പാണ് വ്യാസമഹർഷി പറഞ്ഞത്. അവര് ധർമ്മസമരം ചെയ്യും, മതത്തെ മലിനപ്പെടുത്തുന്നവരെ അവർ സഹിക്കുന്നവരല്ല. അതുകൊണ്ട് ഇവരുടെ പേര് മുസലൈനൈവർ. മുസൽമാൻ, മുസ്ലിം എന്ന വാക്കിന്റെ സംസ്കൃത ഭാഷാഭേദം. എന്നറിയപ്പെടും. ഈ മാംസബുക്കുകളുടെ ആവിർഭാവം എന്നിൽ നിന്നായിരിക്കുമെന്ന് പരാശ്രയ മഹർഷി സൂചിപ്പിക്കുന്ന ഈ ഭാഗം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി ലോകത്തേക്ക് വരുന്നുവെന്ന് ലോക മനുഷ്യരെ വിളിച്ചറിയിക്കുകയാണ്. എല്ലാവരിലൂടെയും മനുഷ്യരെവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടോ, വമാ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. താക്കീതുകാരൻ, ഒരു പ്രവാചകൻ കടന്നു വരാത്ത ഒരു സമൂഹവും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള പ്രവാചകന്മാർ മനുഷ്യരെവിടെയൊക്കെ ജീവിച്ചിട്ടുണ്ടോ അവിടെ പ്രവാചകന്മാർ വന്നു. അവരവരുടെ ഭാഷകളിൽ അവർ സംസാരിച്ചു. ആ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അന്ത്യ റസൂൽ ലോകാവസാനം വരെ ഈ ലോകത്ത് നിലനിൽക്കേണ്ട നിയമങ്ങൾ ശാസ്ത്രീയമായി മനുഷ്യന് ലോജിക്കലും റാഷണലി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആധുനിക മനുഷ്യന് പോലും ഇനി എന്നുമെന്നും മാറ്റങ്ങൾക്ക് വിധേയമാവാതെ നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ നിയമസംഹിത മനുഷ്യർക്ക് നൽകാൻ ഒരന്ത്യപ്രവാചകൻ വരുന്നുവെന്ന് മഹാനായ മൂസ നബിയിലൂടെ പറയിപ്പിച്ചു അള്ളാഹു. ഈസ നബിയിലൂടെ പറയിച്ചു അള്ളാഹു. വേദപണ്ഡിതന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുക. ഒരുപക്ഷെ ഇതിനൊക്കെ അള്ളാഹുവിന്റെ മറ്റു ഗ്രന്ഥങ്ങളുമായി ബന്ധം കാണണം. ഈ വേദപണ്ഡിതന്മാർ എങ്ങനെ ഇത് പഠിച്ചെടുത്തു എന്നത് മറ്റൊരു അത്ഭുതമാണ്. ഒരുപക്ഷെ അവർ ഇഞ്ചീലോ തൗറാത്തോ സബൂറോ സുഹഫ് ഇബ്രാഹിമോ അവർ വായിച്ചിരിക്കണം. അല്ലെങ്കിൽ എവിടെ നിന്നാണ് അവർക്ക് ഇവർ ലഭിക്കുന്നത്? അല്ലെങ്കിൽ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായിരിക്കണം, തൗഹീദിൽ വിശ്വസിച്ചു പോകുന്ന ആളുകളായിരിക്കണം. അങ്ങനെ അള്ളാഹു നൽകുന്ന ഇൽഹാമ കൊണ്ടോ വഹയ് കൊണ്ടോ അല്ലാതെ വരാൻ പോകുന്ന നബിയെ കുറിച്ച് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അപ്പുറത്ത് നിന്ന് ഇതൊന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് കേട്ടോ, അള്ളാഹുവിന്റെ ദൂതനാണ്. മനുഷ്യനായി ജനിക്കുകയും തലച്ചോറും ബുദ്ധിയും രക്തവും മജ്ജയും മാംസവും തന്ന് മനുഷ്യരെ പടച്ചുവിട്ട അള്ളാഹു കന്നുകാലികൾ മേയാൻ വന്ന പോലെ ഭക്ഷണം തിന്ന് കടന്നുറങ്ങി മരിക്കാൻ വന്നവരല്ല. അള്ളാഹുവിനെ കാണാൻ പോകുന്നവർ, വിചാരണയുടെ നാളിനെ പ്രതീക്ഷിക്കുന്നവർ, നാളെ സ്വർഗം പ്രതീക്ഷിക്കുന്നവർ, നരകത്തിൽ കടക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ സത്യമേതോ എന്ന് മനുഷ്യനെ പടച്ച തമ്പുരാൻ സട്ടാവ് മനുഷ്യന് കാണിച്ചു തരാൻ ലോകത്തേക്ക് പറഞ്ഞയച്ച യേശുക്രിസ്തുവിന് ശേഷം, ഈസാ നബിക്ക് ശേഷം ലോകം കണ്ട അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم الذين خسروا أنفسهم فهم لا يؤمنون. വിശുദ്ധ ഖുർആൻ നബിയെ കുറിച്ച് പറയുന്ന ഭാഗം സത്യവിശ്വാസ